ഹലോ ഫ്രണ്ട്സ്, ഇതാണ് മരിയൻബുർഗ് കൊട്ടാരം. ജർമ്മനിയിലെ ഹാനോവറിനടുത്ത് മരിയൻബുർഗ് കാസിൽ എന്ന നിയോ ഗോതി ശൈലിയിലുള്ള മനോഹരമായ കൊട്ടാരം ഒരു പ്രണയകഥയുടെ അനശ്വര സ്മാരകമായി തലയുയർത്തി നിൽക്കുന്നു. കിങ് ജോർജ് അഞ്ചാമൻ തന്റെ പ്രിയ പത്നി ക്വീൻ മേരിക്ക് നൽകിയ ജന്മദിന സമ്മാനമായിരുന്നു ഈ മാന്ത്രിക കൊട്ടാരം. ഹാനോവറിലെ അവസാന രാജാവായിരുന്ന ജോർജ് അഞ്ചാമൻ തന്റെ ഭാര്യയായ ക്വീൻ മേരിയുടെ 39ാം പിറന്നാളിന് വേണ്ടി 1857 ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1858 മുതൽ 1869 വരെ കോൺറാഡ് വിൽഹം ഹാസെ, എഡ്വിൻ ഓപ്ലർ എന്നീ പ്രമുഖ വാസ്തുശില്പികളുടെ നേതൃത്വത്തിൽ ഇതിന്റെ പണി നടന്നു. മേരിയുടെ പേരിലാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. 1866 പ്രഷ്യയുമായുള്ള യുദ്ധത്തിൽ ഹാനോവർ പരാജയപ്പെട്ടതോടെ രാജകുടുംബത്തിന് ഓസ്ട്രിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ക്വീൻ മേരിക്ക് ഈ കൊട്ടാരത്തിൽ അധികകാലം താമസിക്കാൻ സാധിച്ചില്ല. ഏകദേശം 80 വർഷത്തോളം ഈ കോട്ട ആളൊഴിഞ്ഞു കിടന്നു. കോട്ടയുടെ പുറം കാഴ്ചയിൽ പഴയകാല മധ്യകാലഘട്ടത്തിന്റെ പ്രതീതി തോന്നുമെങ്കിലും അതിന്റെ അകത്തളങ്ങൾ 19ാം നൂറ്റാണ്ടിലെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പണിതത്. 160 മുറികളും 40 മീറ്റർ ഉയരവുമുള്ള ഗോപുരങ്ങളുണ്ട്. ഇവിടുത്തെ ഗ്രേറ്റ് ഹാൾ, ക്വീൻ മേരിയുടെ സ്വകാര്യ അറകൾ, ലൈബ്രറി, ചാപ്പൽ എന്നിവയെല്ലാം അന്നത്തെ രാജകീയ ജീവിതത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. കാഴ്ചയില്ലാത്ത രാജാവിന് സ്പർശിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേക റിലീഫുകളോടുകൂടിയാണ് ഫർണിച്ചറുകൾ നിർമ്മിച്ചത് എന്നതൊരു പ്രത്യേകതയാണ്. വർഷങ്ങളോളം വെൽഫ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന കോട്ട ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം 2030 ഇതിന്റെ പണി അവസാനിക്കുക. എങ്കിലും ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോ ഗോതിക് വാസ്തുവിദ്യാ സ്മാരകങ്ങളിൽ ഒന്നായി മരിയൻബുർഗ് കാസിൽ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. ഒരു രാജകീയ പ്രണയത്തിന്റെ കഥ പറയുന്ന ഹാനോവറിന്റെ ഈ കിരീടം കാലത്തെ അതിജീവിച്ച് ഇന്ന് നിലനിൽക്കുന്നു.